വിഷയം? സാറേ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ആഹാരം കഴിച്ചിട്ട് 2-3 ദിവസമായി. ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല സാറേ. ഇവിടുന്ന് എന്തെങ്കിലും ഞങ്ങൾക്കൊന്ന് സഹായിക്കണം സാറേ. എൻ്റെ മക്കളെല്ലാം പട്ടിണിയിലാണ് സാർ. നിങ്ങളെ വാർഡ് മെമ്പർ ആശാ വർക്കറും ഇല്ലേ അവിടെ? അവരുടെ അടുത്ത് പോയാലേ ചോദിക്കാം അവിടെ. ഉണ്ട് സാറേ, ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ്, വാർഡ് മെമ്പറുടെ അടുത്ത്, ആശാ വർക്കറുടെ അടുത്തൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് ആരും ഞങ്ങളെ ഉൾക്കൊള്ളാൻ സഹായിച്ചില്ല സാറേ. ഞങ്ങൾ വലിയ കഷ്ടത്തിലാണ്. നിങ്ങളെ വോട്ടിട്ട് ജയിപ്പിച്ച മന്ത്രിമാരുടെ അടുത്ത് പറയും. ഇവിടെ അല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ. ഇത് പോലീസ് സ്റ്റേഷനാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്കാണെങ്കിൽ ഒരു പിടി ആഹാരം മാറ്റം വാങ്ങി തരാം. മക്കളെ, നമുക്ക് കഴിക്കാൻ ഒന്നുമില്ല മക്കളെ. അച്ഛന് ജോലിയൊന്നുമില്ല. നമ്മളെ കഷ്ടപ്പാടല്ലെങ്കിൽ എന്ന് തീരും. അച്ഛൻ നമ്മളെ നാളെ ദൈവത്തിനെ കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ ദൈവത്തിനെ കാണാൻ അച്ഛൻ കൊണ്ടുപോകും. നാളെ തന്നെ മക്കളെ നമ്മളെ കഷ്ടപ്പാട് മാറും. കാരണം പഞ്ചായത്തിലെല്ലാം ഞാൻ അപേക്ഷ കൊടുത്തു. കാരണം എവിടെയെല്ലാം ഞമ്മക്കൊരു വീടിന് വേണ്ടി ഞാൻ കൊടുക്കാൻ പറ്റുമോ അവിടെ എല്ലാം ഞാൻ പരാതിയും അപേക്ഷയായിട്ട് കൊടുത്ത് ഞങ്ങൾക്കൊരു വീട് കിട്ടാൻ. ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ഇനി കയറി ഇറങ്ങാൻ ഒരു സ്ഥലവും ഇല്ല. ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ? നമ്മുടെ കഷ്ടം എന്ന് മാറുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നമുക്ക് ഇവിടുത്തെ ജീവിതം നമുക്കങ്ങ് അവസാനിപ്പിച്ചാലോ? നമുക്ക് ഇനി ഇവിടെ ജീവിച്ചിട്ട് ഒരു ഫലവും ഇല്ല. നമുക്കാരും ഒരു സഹായവും ചെയ്യൂല. നമ്മൾ പാവങ്ങളായി പോയില്ലേ. ഞാൻ ഈ ജോലിക്ക് എവിടെയും പോയാൽ എനിക്ക് 2 പിള്ളേരെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. നമുക്ക് ഈ ഇവിടം വിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി മരിക്കാം. ദൈവമേ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാനാണെങ്കിൽ ഒരു രോഗി, എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ കണ്ണ് കണ്ടുകൂടാ, ജോലികളൊന്നും എനിക്ക് കിട്ടുന്നില്ല, പണിയും ഇല്ല. ഞങ്ങൾ ഈ ഭൂമിയിൽ ഒരു ഭാരമായിട്ട് നിൽക്കുന്നില്ല. ദൈവമേ, ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരേണേണ്. ഞങ്ങളെ കാത്തുകൊള്ളണേ. അച്ഛ, വെള്ളത്തിനടിയിലാണ് ദൈവമുള്ളത്. അമ്മ പറഞ്ഞു നമ്മൾ ദൈവത്തിനെ കാണാനാണ് പോണേന്ന്. മനസ്സിലായി. അമ്മയും അച്ഛനും ഇല്ലാത്ത ലോകത്ത് നമ്മളും ഇല്ല. നമുക്ക് ഇനി ഈ ലോകത്ത് ജീവിക്കണ്ട മക്കളെ.